വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ അറിയിച്ചതായി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, എങ്ങനെയാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ സാഹചര്യം? വിനീത, ഉന്മേഷ്, അസമിൽ അടക്കം ഇനിയും മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അസമിലും ഒപ്പം തന്നെ മേഘാലയയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ അതിശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്ന മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നിരന്തരം അതിശക്തമായിട്ടുള്ള മഴ പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് അസമിലാണ്. അസമിൽ മാത്രമായി മഴക്കെടുതിയിൽ 11 പേരാണ് അസമിൽ മാത്രമായി മരിച്ചത്. ഒപ്പം തന്നെ 22 ജില്ലകളെയാണ് ഈ മഴക്കെടുതി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അസം മുഖ്യമന്ത്രിയുമായി പ്രധാനമന്ത്രി ഫോണിൽ സംസാരിച്ചത്. അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ തന്നെ അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകിയിരിക്കുകയാണ്. അസമിൽ ഏതാണ്ട് 15ഓളം നദികൾ ഇപ്പോഴും അപകടനിലയ്ക്ക് മുകളിൽ ഒഴുകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അസമിനെ കൂടാതെ മണിപ്പൂർ, ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മണിപ്പൂരിൽ 19,000-ഓളം അധികം ആളുകൾ ഈ മഴക്കെടുതി ബാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3000-ലധികം വീടുകളാണ് മണിപ്പൂരിൽ മാത്രമായി കേടുപാടുകൾ ഉണ്ടായത്. ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആകമാനം ഈ മഴക്കെടുതി ബാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഈ 37 ഈ കഴിഞ്ഞ 4 ദിവസത്തിനിടെ മരണം 37 ആയിട്ടുണ്ട്. നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ കേന്ദ്രം വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ അടിയന്തര സഹായം നൽകണമെങ്കിൽ അത്തരത്തേക്കുള്ള സഹായമൊക്കെ നൽകുമെന്നും കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഉന്മേഷ്, ശരി വിനീത. വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.